രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. രജസിന്റെ പൂർണ്ണതയിൽ നിന്ന് താഴേക്ക് തമസിലോട്ട് വീഴാൻ തുടങ്ങുന്ന ബാലിയെ ആ വീഴ്ചയുടെ ഘട്ടത്തിൽ വച്ചിട്ട് തടഞ്ഞു നിർത്തിയിട്ട് മുകളിലേക്ക് തിരിച്ചുവിടുകയാണ് ആധ്യാത്മിക മാർഗത്തിൽ രാമൻ ചെയ്യുന്നത്. അത് ബാലിയുടെ കാര്യം. സുഗ്രീവനോ? സുഗ്രീവൻ സാധുവല്ലേ, നല്ല മനുഷ്യനല്ലേ, സാത്വികനല്ലേ എന്നൊക്കെ വിചാരിക്കും. അല്ല, സുഗ്രീവന് രജോഗുണ പ്രധാനനായിരുന്നു. ഇപ്പോഴ് അദ്ദേഹം ഭയം മൂലം തമസിലേക്ക് വീഴുന്നു. ബാലിയെക്കാളും വലിയ അധർമ്മമാണ് സുഗ്രീവൻ ചെയ്യുന്നത്. ബാലി ചെയ്തത് അധർമ്മമാണ്, കൊടിയ അധർമ്മമാണ്, ഒരു സംശയവും വേണ്ട. അതിനേക്കാളും കൊടിയ അധർമ്മമാണ് ഭയം മൂലം സുഗ്രീവൻ ചെയ്യുന്നത്. സുഗ്രീവൻ തമസിൽ വീണു, അതാണ് ഭയം. ബാലിയാണ് ഭയകാരണം. ഇപ്പോ ബാലിയൊന്നും വേണ്ട, ബാലി വരില്ലെന്ന് ഉറപ്പുള്ളതായ ഈ കാനനത്തിനുള്ളിൽ പോലും, മതംഗ കാനനത്തിനുള്ളിൽ പോലും ഒരു കരിയിൽ അനങ്ങിയാൽ സുഗ്രീവൻ വിറച്ച് വീഴും. നമ്മൾ കണ്ടല്ലോ സുഗ്രീവന്റെ ഭയമെല്ലാം. അപ്പോൾ അതെല്ലാം വിശദീകരിച്ച് അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ സുഗ്രീവൻ ബാലിയേക്കാളും അധപ്പതിച്ചു പോയി. ഇങ്ങ് തമസിന്റെ അന്ധതമസിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ബാലിയേക്കാളും കൊടിയ അധർമ്മമാണ് സുഗ്രീവൻ ചെയ്യുന്നത്. ഭയം ഏറ്റവും വലിയ അധർമ്മമാണ്. സ്വാമി വിവേകാനന്ദൻ ഇക്കാര്യമെല്ലാം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മഹാത്മജി പറയും, വളരെ വ്യക്തമായും പറയും, എന്നോട് ഒരാൾ ആവശ്യപ്പെടുകയാണ്, ഒന്നുകിൽ നിങ്ങൾ ഭയത്തെ കൈക്കൊള്ളൂ അല്ലെങ്കിൽ അക്രമത്തെ കൈക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന അഹിംസാവാദിയാണ് മഹാത്മജി. നമുക്കെല്ലാവർക്കും അറിയാം. അഹിംസയുടെ പ്രായോഗികത ലോകത്തിന് വ്യക്തമാക്കിയ ആളാണ് അദ്ദേഹം. അദ്ദേഹം പറയാണ്, അഹിംസയെക്കുറിച്ച് പറയുന്നിടത്ത് ഗാന്ധി സാഹിത്യം എടുത്തു നോക്കിക്കൊള്ളുക. ആകെ 2 അവസരങ്ങളെ തരുന്നുള്ളൂ, ഒന്നുകിൽ ഭയത്തെ സ്വീകരിക്കുക അല്ലെങ്കിൽ അക്രമത്തെ സ്വീകരിക്കുക എന്ന് കൽപ്പിച്ചാൽ താങ്കൾ ഏത് സ്വീകരിക്കും? ഗാന്ധിജി പറഞ്ഞു, ഞാൻ അക്രമത്തെ സ്വീകരിക്കും. എന്തുകൊണ്ടെന്നാൽ ഭയം അക്രമത്തെക്കാളും താഴെക്കിടയിലുള്ളതാണ്. അത് മനുഷ്യനെ നശിപ്പിക്കുന്നു. ഭയത്തിൽ നിന്നുള്ള മോചനമാണ് ആദ്യം വേണ്ടത്. ഭയപ്പെട്ട് തകർന്നു പോയവൻ ഒരിക്കലും അതിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെട്ടു വരില്ല. അക്രമിയായിട്ടുള്ളവൻ, അവൻ ചെയ്യുന്നത് അക്രമമാണെങ്കിലും അത് രജോഗുണത്തിന്റെ പ്രത്യേകതയാണ്. അവൻ ക്രമേണ സജ്ജന സംസർഗത്താൽ അക്രമത്തെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് ഉയരും. അവൻ സാത്വികതയിലേക്ക് ഉയരും. അതിനുള്ള അവസരം അവന് കൂടുതലുണ്ട്. മറ്റവൻ ഏറെക്കാലം യുഗങ്ങളോളം ഇങ്ങ് അന്ധതമസിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇത് 2 എണ്ണത്തിൽ ഒന്ന് സ്വീകരിക്കാൻ പറഞ്ഞാൽ അക്രമത്തെ സ്വീകരിക്കും. അദ്ദേഹത്തിന്റെ മറുപടിയാണ്. വേദാന്തശാസ്ത്രം പൂർണ്ണമായും അറിയുന്നയാളാണ് മഹാത്മജി. അതിലൂടെയാണ് അദ്ദേഹം അഹിംസാത്മകമായ ആ സമരമാർഗത്തെ മുന്നോട്ട് കൊണ്ടുപോയതും അതിന്റെ പൂർണ്ണ വിജയത്തിലെത്തിച്ചേർന്നതും. അങ്ങനെ ഏറ്റവും വലിയ കൊടിയ പാതകം ചെയ്യുന്ന സുഗ്രീവന്റെ ഭയം ഉണ്ടാകുന്നത് ബാലിയിൽ നിന്ന്. ഇപ്പോ സർവത്ര ഭയം. എന്തു വേണം? ഭയം മാറണം. ഭയം മാറിയില്ലെങ്കിൽ സുഗ്രീവന്റെ ജീവിതം കഴിഞ്ഞു എന്ന് മാത്രമല്ല, അനേക ജന്മങ്ങളിൽ ഇങ്ങ് തമസിൽ കടക്കേണ്ടി വരും. കൃമികളായിട്ടും കീടങ്ങളായിട്ടുമൊക്കെ ജനിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വീണുപോകാൻ പാടില്ല. സുഗ്രീവൻ അതിൽ നിന്ന് മോചിപ്പിക്കണം. രാജകുമാരനായ തന്റെ കർത്തവ്യം അതാണ്. എല്ലാവരെയും ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ നടത്തുക. അതാണ് രാജാവിന്റെ, ഭരണാധിപന്റെ കർത്തവ്യം. അതിനെന്ത് വേണം? സുഗ്രീവൻ തന്റെ ഭയകാരണത്തെ അഭിമുഖീകരിക്കണം. രാമൻ അഭിമുഖീകരിച്ചാൽ പോരാ.
രാമൻ ഒരൊറ്റ അമ്പിന് ബാലിയെ സംഹരിച്ചാൽ പോരാ. രാമൻ ബാലിയെ വെല്ലുവിളിക്കുന്നു, ബാലിയെ ഒരമ്പിന് താഴെയിടുന്നു. സുഗ്രീവന് സന്തോഷാവും. ബാലി ഇതാ കൊല്ലപ്പെട്ടിരിക്കുന്നു, ആരെയാണോ താൻ ഭയന്നത് അയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, തനിക്കിതാ കിരീടം കിട്ടിയിരിക്കുന്നു, താൻ കിഷ്കിന്ധാധിപനാണ്, സന്തോഷാവും. പക്ഷേ അന്നും കിഷ്കിന്ധയുടെ സിംഹാസനത്തിൽ ഒരു മഹാഭീരുവായിട്ട് സുഗ്രീവൻ കഴിയും. മരിക്കുന്ന അവസരത്തിലും അത് തന്നെയായിരിക്കും. അടുത്ത ജന്മം വളരെ താഴെക്കിടയിലുള്ളതായിരിക്കും. അത് വരാതിരിക്കണമെങ്കിൽ സുഗ്രീവന്റെ മനസ്സിലെ ഭയം നീങ്ങണം. അതിനെന്താ മാർഗം? സുഗ്രീവൻ ബാലിയെ അഭിമുഖീകരിക്കണം, ഭയകാരണത്തെ അഭിമുഖീകരിക്കണം. എങ്കിൽ മാത്രമേ ഭയം നീങ്ങുള്ളൂ. ഒരാൾ രാത്രി ഇരുട്ടത്ത് നടന്നു പോകുമ്പോഴേക്കും ഒരു വാഴയിൽ അനങ്ങുന്നത് കണ്ടിട്ട് ഭയന്നു പോയാൽ ചിലപ്പോൾ അയാൾ മോഹാലസ്യപ്പെട്ട് വീഴും, ചിലപ്പോൾ നിലവിളിച്ചോടും, പനി പിടിച്ചെന്ന് വരും. ആ ഭയം നീങ്ങണമെങ്കിൽ എന്തു വേണം? അത് വാഴയിലെ ആയിരുന്നു, ഭൂതവും പ്രേതവും ഒന്നും അല്ല എന്ന് 100 തവണ പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. അയാളെ വിളിച്ചു കൊണ്ടുപോയി ആ ഇരുട്ടത്ത് കൊണ്ടുപോയി ഒരു ടോർച്ചിന്റെ പ്രകാശത്തിൽ അതെന്താണ് എന്ന് കാണിച്ചു കൊടുക്കണം. അത് വാഴയിലെയാണെന്ന് ബോധ്യപ്പെടുത്തണം. എങ്കിൽ ഭയം പോകും, ഇല്ലെങ്കിൽ ഭയം പോകില്ല. പ്രസംഗങ്ങളും വ്യാഖ്യാനങ്ങളും കൊണ്ട് ഭയം പോകില്ല. അങ്ങനെ സുഗ്രീവൻ ബാലിയെ അഭിമുഖീകരിച്ചേ പറ്റൂ. ബാലിയോട് യുദ്ധം ചെയ്യണം. ബാലിയുടെ അടിക്കും ചവിട്ടിനും ഇടിക്കുമെല്ലാം എന്ത് ബലമുണ്ട് എന്ന് സുഗ്രീവൻ നേരിട്ട് മനസ്സിലാക്കണം. അതിനെ തൃണവൽഗണിക്കുവാനുള്ള കരുത്ത് സുഗ്രീവന്റെ മനസ്സിൽ വരണം. മരിച്ചാലും ശരി, ജയിച്ചാലും ശരി, താൻ പിന്തിരിയില്ല എന്നുള്ള ആ വീരവ്രതം സുഗ്രീവനിൽ തെളിയണം. അതിന് ബാലിയെ അഭിമുഖീകരിക്കണം. ആദ്യം യുദ്ധത്തിന് സുഗ്രീവൻ പോയപ്പോ യുദ്ധത്തിന് പുറപ്പെട്ടു, വെല്ലുവിളിച്ചു. ഇതാണ് വാൽമീകി കാണിച്ചിരിക്കുന്നത്. എന്താ? സുഗ്രീവൻ ആ പോകുന്ന വഴിയിൽ അനേകം കാടുകളും നദികളും ഒക്കെ കടന്നാ പോകുന്നേ. ഇങ്ങ് ഋഷ്യമുഖത്തിൽ നിന്നിട്ട് അങ്ങ് കിഷ്കിന്ധയ ദ്വാരത്തിലേക്ക്. ഇത്രയും ദൂരം രാമനെയും കൊണ്ട് പോയിട്ടും സുഗ്രീവൻ ഒന്നും കണ്ടില്ല. മനസ്സിൽ മുഴുവൻ ആ ഭയത്തിന്റെ വിഹ്വലതകളാണ്. രണ്ടുപേരും ഒരുപോലെ വീരന്മാരാണ്, ഒരു വ്യത്യാസവുമില്ല. പക്ഷെ എന്ത് ചെയ്യാം? സുഗ്രീവൻ 2-3 അടി കിട്ടിയ മാത്രയില് തിരിഞ്ഞോടിക്കളഞ്ഞു. തിരിഞ്ഞോടുമ്പോ രാമനറിയാം സുഗ്രീവൻ ആര്, ബാലി ആര് എന്ന്. യുദ്ധം ചെയ്യുമ്പോഴും അറിയാം. പക്ഷെ രാമൻ അമ്പ് പ്രയോഗിച്ചില്ല. സുഗ്രീവന്റെ ഭയം മാറിയിട്ടേ അമ്പ് പ്രയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് രാമൻ അമ്പ് പ്രയോഗിച്ചില്ല. സുഗ്രീവൻ രാമനോട് കയർത്തപ്പോ ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങയുടെ പുറപ്പാട് എന്നൊക്കെ ചോദിച്ചപ്പോ രാമൻ പറഞ്ഞു, അല്ലയോ കൂട്ടുകാരാ, നിങ്ങൾ രണ്ടുപേരും ഒരേ രൂപം, ഒരേ ശബ്ദം, ഒരേ നോട്ടം, ഒരേ വേഗത, ഒരേ യുദ്ധസാമർഥ്യം ഞാൻ എങ്ങനെ തിരിച്ചറിയും? അപ്പോ ഞാൻ ശത്രു എന്ന് കരുതി അമ്പ് പ്രയോഗിക്കുന്നത് അങ്ങയുടെ പുറത്തായിപ്പോയാലോ ഞാൻ മിത്രഘാതിയായി പോകും. അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അമ്പ് ചെയ്യാത്തത്. നിനക്കൊരടയാളം തരാം, നീ അങ്ങോട്ട് പോവുക. അങ്ങനെയാണ് ഗജപുഷ്പി കൊണ്ടുള്ള മാല അണിയിക്കുന്നത്. അപ്പോൾ ഇത് സുഗ്രീവന് കൊടുത്ത വലിയ ഒരു ക്ലാസ്സാണ്. എന്താ? നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ, നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, പിന്നെ നീ എന്തിന് ഇങ്ങനെ ബാലിയുടെ മുമ്പിൽ തിരിഞ്ഞോടുന്നു? ഇതാണ് ആ ചോദ്യം. അപ്പോഴേക്കും സുഗ്രീവന് മനസ്സിലായി തുടങ്ങി. എന്ന് മാത്രമല്ല, നേരത്തെ ജ്യേഷ്ഠൻ ഏതാനും അടിയും ചവിട്ടും ഒക്കെ തന്നിട്ടുണ്ട്. അതിന്റെ വേദന ഇത്രയേ ഉള്ളൂ, അതിന് ബലം ഇത്രയേ ഉള്ളൂ എന്ന് സുഗ്രീവൻ ഇപ്പോഴിതാ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ഈ ബാലിയെ താനെന്തിനു പേടിക്കണം? സുഗ്രീവൻ ചിന്തിച്ചു തുടങ്ങി. അതിന്റെ ഫലമായിട്ട് രണ്ടാമത് പോകുമ്പോൾ അങ്ങ് ഋഷിമുഖത്തിൽ നിന്നിട്ട് കിഷ്കിന്ധയിലേക്ക് പോകുമ്പോൾ വഴിയിലുള്ള മുഴുവൻ കാഴ്ചകളും, സപ്തജനാശ്രമസ്ഥാനത്തിന്റെ കാര്യമൊക്കെ ഇന്നലെ പറഞ്ഞു, എല്ലാം രാമന് വിശദീകരിച്ചു കൊടുത്താണ് സുഗ്രീവൻ പോകുന്നത്. കാരണം സുഗ്രീവന്റെ മനസ്സ് ശാന്തം. രാമൻ മനസ്സിലായി താൻ കൊടുത്തിരിക്കുന്ന മാനസികമായിട്ടുള്ള ആ ചികിത്സ ഫലിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ മനഃശാസ്ത്രമാണിത്, ഏറ്റവും വലിയ മനഃശാസ്ത്രം. അത് ഭംഗിയായിട്ട് പ്രയോഗിച്ചിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഋഷിവര്യന്മാർ. അത് മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ വളരെ വിശദമായിട്ട് ഇങ്ങനെ ധ്വനിയാത്മകമായി ചെയ്തു വെച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ മനഃശാസ്ത്ര ചികിത്സ.
അടുത്ത കാലത്ത് പല സിനിമകളിലും ഇത്തരം മനഃശാസ്ത്ര പ്രയോഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് ഫ്രോയിഡിന്റെ കണ്ടുപിടുത്തമായിട്ടും യുങ്ങിന്റെ കണ്ടുപിടുത്തമായിട്ടും ഒക്കെയാണ് അവർ അതിൽ അവകാശപ്പെടുന്നത്. അല്ല, അതൊന്നും ഫ്രോയിഡിന്റെയും യുങ്ങിന്റെയും ഒന്നും അല്ല. അവർ ഇത് പഠിച്ചു, നമ്മൾ ഇത് പഠിച്ചില്ല. ഇതാണ് വ്യത്യാസം. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ രാമായണം വായിക്കുന്നവർ ചുരുക്കം, ഭാരതം വായിക്കുന്നവർ ചുരുക്കം, ഭഗവത്ഗീതയും നമ്മുടെ മഹാഗ്രന്ഥങ്ങളും ഉപനിഷത്ത് തുടങ്ങിയവയും പഠിക്കുന്നവർ ചുരുക്കം. അതിനകത്ത് ഇത്തരം കഥകളെല്ലാം കാണാം, ഇത്തരം വിശദീകരണങ്ങളും കേൾക്കാം. ഇതൊന്നും പുതിയ വിശദീകരണമല്ല. നമ്മൾ അതിനെയല്ല, നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷം പേരും അതിനെയൊക്കെ അങ്ങ് മാറ്റിവെച്ചിരിക്കുന്നു. പകരം അവര് പടിഞ്ഞാറുള്ള സായിപ്പന്മാരെന്തെങ്കിലും പറഞ്ഞാൽ അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് പരീക്ഷിച്ചു പോലും നോക്കാതെ നമ്മൾ തലയിലേറ്റി നടക്കുന്നു. അങ്ങനെ ഫ്രോയിഡിനെയും യുങ്ങിനെയും കൊണ്ട് നടക്കുന്നയാൾ, ഫ്രോയിഡും യുങ്ങും പറഞ്ഞതെല്ലാം ശുദ്ധ സംബന്ധമാണ്. അത് ലക്കാൻ ഫ്രോയിഡിനെ യുങ് ഖണ്ഡിക്കും, യുങ്ങിനെ ലക്കാൻ ഖണ്ഡിക്കും. ലക്കാന്റെ വാദങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചും പോകും. അത്ര ശുദ്ധ മണ്ടത്തരങ്ങളാണ് അവരെല്ലാം പറഞ്ഞിട്ടുള്ളത്. അതാണ് കേമം എന്ന ഭാരതീയ വേദാന്തശാസ്ത്രം. ഇത് മനഃശാസ്ത്രമാണ് വേദാന്തം എന്ന് പറയണേ. ആ ഭാരതീയ വേദാന്തശാസ്ത്രം എന്നുള്ള ഭാരതീയ മനഃശാസ്ത്രം പഠിക്കാത്ത ആളുകൾക്ക് അത് വലുതെന്ന് തോന്നുകയും ചെയ്യും. ഒരു കോണം ആ ഭയകാരണത്തെ പ്രത്യക്ഷമായിട്ട് സുഗ്രീവൻ അഭിമുഖീകരിച്ചാലേ ഭയം മാറുള്ളൂ. ആ ചികിത്സ ഫലിക്കുന്നത് രണ്ടാമതുള്ള യാത്രയിൽ സുഗ്രീവന്റെ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ രാമന് മനസ്സിലായി. അവിടെ ചെന്നു രണ്ടാമത്തെ വെല്ലുവിളിയും ആദ്യത്തെ വെല്ലുവിളിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. വാൽമീകി രാമായണത്തിൽ അതൊക്കെ കേൾക്കാം. താര പറയുന്നുണ്ട്, ആദ്യം അവൻ വന്ന് വെല്ലുവിളിച്ചപ്പോൾ ഇത്രയും അഹങ്കാരം ആ ശബ്ദത്തിനില്ലായിരുന്നു. ആദ്യത്തെ വെല്ലുവിളി ഏതാണ്ട് കരച്ചിലുപോലെ. ഇത്രയും അഹങ്കാരം ആ ശബ്ദത്തിനില്ലായിരുന്നു, കരുത്ത ആ ശബ്ദത്തിനില്ലായിരുന്നു. ഇപ്പോ കടുത്ത അഹങ്കാരത്തോടുകൂടിയിട്ടാണ് അവൻ വെല്ലുവിളിക്കുന്നത്. അംഗദൻ വന്ന് പറഞ്ഞത്, രാമന്റെ സഹായം സുഗ്രീവനുണ്ട് എന്ന് പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് അവന്റെ ശബ്ദം തന്നെ കേൾപ്പിക്കുന്നു. അനുജനായി സ്വീകരിക്കുക. സുഗ്രീവൻ കുറ്റക്കാരനല്ല. അനുജനായി സ്വീകരിക്കുക, അവനെ സ്നേഹിക്കുക, അവന് വേണ്ടുന്നതായ സ്ഥാനം, അർഹതപ്പെട്ട സ്ഥാനം ഇവിടെ ഈ കിഷ്കിന്ധയിൽ നൽകുക എന്നൊക്കെ താര പറഞ്ഞു. ഇതെല്ലാം വളരെ വിശദമായിട്ട് വാൽമീകി രാമായണത്തിൽ കേൾക്കാം. ബാലി അതൊന്നും കേട്ടില്ല. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. ആദ്യത്തെ തവണയാവുമ്പോൾ യുദ്ധം തുടങ്ങിയ മാത്രയിൽ തന്നെ ഏതാനും ഇടിയും ചവിട്ടും കിട്ടിയപ്പോൾ തന്നെ സുഗ്രീവൻ ഓടിക്കളഞ്ഞു. രണ്ടാമത്തേതോ ഏറെ നേരം രണ്ടുപേരും ഒരുപോലെ യുദ്ധം ചെയ്തു, ഒരു വ്യത്യാസവും ഇല്ല. എന്താ, സുഗ്രീവന്റെ മനസ്സിൽ തന്റെ ഇടം ഉറച്ചു, ഭയം പൂർണ്ണമായും മാറി. അങ്ങനെ വളരെയേറെ മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് സുഗ്രീവന് ലേശം ലേശം തളർച്ച വന്നു തുടങ്ങി എന്ന് രാമൻ മനസ്സിലാക്കി. ഒരു വലിയ യുദ്ധവിദഗ്ധന് രണ്ടുപേരും യുദ്ധം ചെയ്യുമ്പോഴേക്കും അവരുടെ അവസ്ഥ കൃത്യമായി പിടികിട്ടും. ലേശം തളർച്ച വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ബാലിയെ പ്രതിരോധിക്കുന്ന കാര്യത്തിലും ലേശം കുറവ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ബാലിയുടെ ആക്രമണം കൂടുതൽ ശക്തമായിട്ട് സുഗ്രീവനിൽ പതിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ഈ ഘട്ടത്തിലും സുഗ്രീവൻ പിന്തിരിയുന്നില്ല. ഒന്നുകിൽ മരിക്കും അല്ലെങ്കിൽ ജയിക്കും. ഇതാണ് സുഗ്രീവന്റെ നിശ്ചയം. അപ്പൊ ഇനി തനിക്ക് അമ്പ് പ്രയോഗിക്കാം. രാമൻ അമ്പ് പ്രയോഗിച്ചു. ഇങ്ങനെ ഭയം എന്നുള്ള അധർമ്മത്തിൽ നിന്ന് സുഗ്രീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി രാമൻ മരത്തിന്റെ പിന്നാലെ മറഞ്ഞു നിന്നു, അമ്പ് പ്രയോഗിച്ചു. ബാലിയെ കാമക്രോധ ലോഭാദികളായ അധർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, കാമക്രോധ ലോഭാദികൾ കൊണ്ട് ബാലി ഇതാ തമസിലേക്ക് വീഴാൻ തുടങ്ങുകയാണ്. ഇപ്പോഴും രജസിന്റെ മണ്ഡലത്തിലാണ്, തമസിലേക്ക് വീഴാൻ തുടങ്ങുകയാണ്. അതിൽ നിന്ന് ബാലിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബാലിയെ അമ്പുകൊണ്ട് ചികിത്സിച്ച് സംഹരിച്ചു. അത് ബാലിയിലും ഫലിക്കുന്നത് നമ്മൾ രാമായണത്തിൽ കണ്ടല്ലോ. സുഗ്രീവനെ, തമസിൽ വീണുപോയ സുഗ്രീവനെ, അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് സുഗ്രീവൻ ഭയന്ന്, തമസിൽ നിന്ന് ഉയർത്തി
രജസ്സിലെത്തിക്കാൻ വേണ്ടി സുഗ്രീവനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അതിനവസരം ഒരുക്കാൻ രാമൻ കൂടി പടക്കളത്തിൽ ഇറങ്ങിയാൽ പറ്റൂലല്ലോ. രാമൻ മരത്തിന്റെ പിന്നാലെ മറഞ്ഞു നിന്നു. ഇതാണ് ഭാരതത്തിന്റെ മനഃശാസ്ത്രപരമായിരിക്കുന്ന സമീപനം. ഏറ്റവും വലിയ മനഃശാസ്ത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് മനസ്സിലാകാതെ പലരും ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. പലരും ഇതിനെ രാമനെ നിന്ദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അവർ ഏതോ ഒരു വലിയ ബുദ്ധിമാന്മാരാണെന്നുള്ള നിലയിൽ ചോദിക്കാറുണ്ട് ഗൗരവത്തോടുകൂടി. വാൽമീകിയുടെ കഥാരചനയുടെ മികവ് അവർക്കാർക്കും മനസ്സിലായിട്ടില്ല എന്ന് മാത്രമല്ല, ഭാരതീയ മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും അവർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. ഇക്കാര്യം നാം ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കണം, ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കണം. അതിനുവേണ്ടിയുള്ള അവസരമാണ് വാൽമീകിയുടെ തുറന്നു വെച്ചത്. മഹാഭാരതത്തിൽ ഇതേപോലെ 6-7 സന്ദർഭങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഭീഷ്മപർവം മുതൽ അങ്ങ് സൗപ്തിക പർവം വരെ അതിങ്ങനെ വ്യാപിച്ചു കിടപ്പുണ്ട്. ഇനി അടുത്തത് സുഗ്രീവ രാജ്യാഭിഷേകമാണ്. ബാലിയുടെ സംസ്കാര കർമ്മങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. രാമൻ പറഞ്ഞതനുസരിച്ചിട്ട് സുഗ്രീവൻ അംഗദനെയും ബന്ധുജനങ്ങളെയും എല്ലാവരെയും കൂട്ടി ബാലിയുടെ സംസ്കാര കർമ്മങ്ങളെല്ലാം ചെയ്തു. ശുദ്ധപിണ്ഡവും സമർപ്പിച്ചു. അങ്ങനെ ശുദ്ധനായിട്ട് രാമന്റെ സമീപത്ത് ചെന്ന് ചേർന്നു. രാമനോട് സുഗ്രീവൻ അഭ്യർത്ഥിച്ചു, മന്ത്രികളോടും പ്രണമ്യ പാദാംബുജം അന്തർമുദ പറഞ്ഞാൻ കപിപുങ്കവൻ. മന്ത്രികളോടൊപ്പം, അംഗദനോടൊപ്പം, താരയോടൊപ്പം രാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് സന്തോഷത്തോടുകൂടി രാമനോട് പറഞ്ഞു, രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണം, ഇനി പൂജ്യനാകും നിന്തിരുവടി സാദരം. അങ്ങ് പൂജ്യനാണ്, എനിക്ക് ആരാധനീയനാണ്. അങ്ങനെയുള്ള അങ്ങ് ഇനി ഈ കിഷ്കിന്ധ മഹാരാജ്യത്തെ രക്ഷിക്കണം. ഈ രാജ്യം അങ്ങയുടേതാണ്. അങ്ങ് എന്നെയും എന്റെ ഈ നിൽക്കുന്ന മുഴുവൻ ബന്ധുജനങ്ങളെയും ഈ കിഷ്കിന്ധ രാജ്യത്തിലെ സമസ്ത ചരാചരങ്ങളെയും അങ്ങ് രക്ഷിക്കണം. ഞാന് അങ്ങയുടെ ദാസനാണ്. ഞാൻ അങ്ങയെ ദാസഭാവേന അങ്ങയുടെ ശാസന പരിപാലിച്ചുകൊണ്ട് അങ്ങയെ സേവിച്ചുകൊണ്ടേയിരിക്കും. രാമൻ സുഗ്രീവനോട് പറഞ്ഞു, അല്ലയോ സുഗ്രീവ, നീ തന്നെ ഞാൻ, അതിനില്ലൊരു സംശയം. അല്ലയോ സുഗ്രീവ, നീ തന്നെയാണ് ഞാൻ തന്നെയാണ് നീ. ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ ഞാനിരിക്കുന്നതിന് തുല്യമാണ് നീ ഇരിക്കുന്നത്. നീ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നത് ഞാൻ തന്നെ. ഞാനും നീയും ഒന്ന് തന്നെയാണ്. നമ്മൾ പലരല്ല, നമ്മൾ ഒന്ന് തന്നെയാണ്. അത് ഈ വാക്യം സൗഹൃദത്തിന്റെ പരിപൂർണതയെ കാണിക്കുന്നു. ലൗകിക ദൃഷ്ടിയ സ്നേഹം കൊണ്ട് നമ്മൾ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നീ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതിനാൽ ഞാൻ അവിടെ ഒന്നിരിക്കേണ്ട കാര്യമില്ല. നീ ആ സിംഹാസനത്തിൽ ഇരിക്കണം, നീ കിരീടം ധരിക്കണം, പട്ടാഭിഷിക്തനാകണം, നീ നാട് വാഴണം. അതാണ് നീ ചെയ്യേണ്ടത്. രാമൻ പറഞ്ഞു, ഇനിയോ ഇത് അങ്ങ് അദ്വൈതത്തിൽ വരെ പോവും. ഈ വാക്യം നീ തന്നെ ഞാൻ, അതിനില്ലൊരു സംശയം. ഇതിനകത്ത് അധ്യാത്മരാമായണത്തിൽ ഓരോ വാക്കും അദ്വൈതത്തിലാണ് ചെന്ന് നിൽക്കുക. ഞാനും നീയും രണ്ടല്ല, സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് ഞാൻ. ആ പരമാത്മാവ് തന്നെയാണ് നീ. രാമനും പരമാത്മാവ് തന്നെ, സുഗ്രീവനും പരമാത്മാവ് തന്നെ. ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനാൽ ഇത് ആ പരമാത്മാവ് ലോകഹിതത്തിനു വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലീല, അത്രയേ ഉള്ളൂ. അതിനാൽ അവിടെ ഇരിക്കുന്നത് ഞാൻ തന്നെ, പരമാത്മാവ് തന്നെ. അതിനാൽ സുഗ്രീവ നീ ചെല്ലുക, അദ്വൈതം. അതാണ് രാമൻ ഈ പറഞ്ഞതിന്റെ പരമമായിരിക്കുന്ന അർത്ഥം. ഇവിടെ പലതില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. ഏകമേവ, ഒന്ന് മാത്രം, അദ്വൈതം, രണ്ടില്ലാത്തത്. അങ്ങനെ നീ അവിടെ ചെല്ലുക. പ്രീതനായി പോയാലും
ആശു മമാജ്ഞേയ, എൻ്റെ നിർദ്ദേശമനുസരിച്ച് അവിടെ പ്രീതനായിട്ട് സന്തോഷത്തോടു കൂടിയവനായിട്ട് അവിടെ പോയാലും 14 വർഷക്കാലം ഞാൻ രാജ്യത്തോ നഗരത്തിലോ ഗ്രാമത്തിലോ ഒന്നും പ്രവേശിക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല. എനിക്ക് പകരം ലക്ഷ്മണകുമാരൻ വരും. ലക്ഷ്മണകുമാരൻ നിന്നെ സിംഹാസനത്തിലിരുത്തി അഭിഷേകം ചെയ്യും. എന്നിട്ട് ബാലിയെപ്പോലെ പരിപാലനം ചെയ്ത് കിഷ്കിന്ധയെ എങ്ങനെയാണോ ബാലി പണ്ട് രക്ഷിച്ചു പോന്നത്, അതേ പ്രകാരത്തിൽ കിഷ്കിന്ധയെ രക്ഷിക്കുക. ബാലനെയും പരിപാലിച്ചു കൊള്ളുക. നീ ബാലകനായിരിക്കുന്ന അങ്കദനെയും അതേ പ്രകാരത്തിൽ ബാലി എങ്ങനെയാണോ അങ്കദനെ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടു കൂടിയിട്ട് രക്ഷിച്ചത്, അതേ പ്രകാരത്തിൽ നീ രക്ഷിച്ചു കൊള്ളുക. ഇങ്ങനെ രാമന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് സുഗ്രീവൻ രാമപാദങ്ങളിൽ നമസ്കരിച്ച്, എല്ലാവരും രാമപാദങ്ങളിൽ നമസ്കരിച്ച് അവിടെ നിന്ന് പുറപ്പെടുന്നു. എന്നിട്ട് ചെന്ന പുരിവുക്ക് അഭിഷേകവും ചെയ്തു. ലക്ഷ്മണൻ അവരോടൊപ്പം പോവാണ് രാമന്റെ നിർദ്ദേശമനുസരിച്ചിട്ട്. അങ്ങനെ കിഷ്കിന്ധാപുരത്തിലെത്തി അഭിഷേകം നടത്തി സുഗ്രീവന്റെ.